ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരി, കുവൈറ്റ്. ഞാൻ പറയാൻ വന്നത്, ഈ എല്ലാ മതക്കാരും ദൈവത്തിനെ വിളിച്ച് കരഞ്ഞിട്ട് പറഞ്ഞാലേ നമ്മളുടെ സങ്കടങ്ങൾ കേൾക്കുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ. ദൈവം ലോകവ്യാപിയാണ്. ഓരോരുത്തരുടെ വിഷമങ്ങളും കഷ്ടതകളും എല്ലാം ദൈവത്തിന് അറിയാം. പക്ഷേ ദൈവത്തിനോട് നമ്മൾ കരഞ്ഞ് പറയേണ്ട ആവശ്യമില്ല. ദൈവത്തിന് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കുറേ ദൈവത്തിന് കൃഷ്ണ, ഗുരുവായൂരപ്പ, ഇല്ലെങ്കിൽ കർത്താവേ, യേശു, ഇല്ലെങ്കിൽ അള്ളാ, അവരെ ഇവരെ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ ഈ ഒരു വിഷമഘട്ടത്തിൽ ഇന്ന് എനിക്ക് ഇരിക്കാൻ വീടില്ല. എനിക്ക് കടങ്ങൾ ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്. ഇതൊന്നും വീട്ടാൻ ഞാൻ ഒരുപാട് ആൾക്കാരുടെ കാലിൽ പോയിട്ട് ഒരു ജോലി തരുമോ, ഒരു സഹായം എവിടെയെങ്കിലും, എനിക്ക് ഇഷ്ടം പോലെ വീടും പണവും ഉള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്കാരും ഹെൽപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ദൈവത്തിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ നടക്കും അങ്ങനെ നടക്കും എന്ന് പറയുന്നത് വെറുതെയാണ്. അതൊന്നും നടക്കില്ല. ദൈവത്തിനറിയാം ഇന്ന സമയത്ത് ഇന്നത് നടക്കുള്ളൂ. ഈ ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ്. അല്ലാതെ അള്ളാ, ഇല്ലെങ്കിൽ യേശു, ഇല്ലെങ്കിൽ കൃഷ്ണൻ, അങ്ങനെയൊന്നുമില്ല. ഈ പ്രപഞ്ചമാണ് ദൈവം. ആ ദൈവം വിചാരിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. അല്ലാതെ കരഞ്ഞ് കുറേ കൊട്ടി പാടിയിട്ടൊന്നും കാര്യമില്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും ദൈവം ഇങ്ങോട്ട് വിചാരിക്കാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അത് അവനവൻ്റെ സഭയിൽ അവനവൻ പണം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. ദൈവത്തിനെ കരഞ്ഞ് വിളിച്ചാൽ ഇങ്ങനെ നടക്കും, കരഞ്ഞ് വിളിച്ചാൽ അങ്ങനെ നടക്കുമെന്നൊക്കെ വെറുതെയാണ്. എൻ്റെ അനുഭവത്തിൽ വെറുതെയാണ് അത് പറയുന്നത്. ഈ പ്രപഞ്ചശക്തി മാത്രമേ ഉള്ളൂ ദൈവമായിട്ട്. ഈ പ്രപഞ്ചത്തിലാണ് ദൈവം, അല്ലാതെ ദൈവത്തിന് രൂപങ്ങളേ ഇല്ല. ഇപ്പം ഞാനിത് പറയാൻ കാരണം, എൻ്റെ ഈ വിഷമഘട്ടത്തിൽ എനിക്കിന്ന് ആരുമില്ല കൈ തന്ന് ആ കുഴിൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ ഒന്ന് നോർത്തിയെടുക്കാൻ. മനസ്സിലാവുണ്ടോ? ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് സഹായം ഞാൻ എൻ്റെ പഴയ കാലത്ത് സഹായിച്ച ആൾക്കാരോട് ഞാൻ പോയിട്ട് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് ആരും ഇല്ല സഹായിക്കാൻ. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞ് അവനവന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് കള്ളത്തരം കാണിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ എല്ലാവരും ദൈവവിശ്വാസം വേണം, അന്ധവിശ്വാസം പാടില്ല. ഓക്കെ. അത് ഏത് മതക്കാരായാലും ദൈവത്തിൽ വിശ്വസിക്കണം, അന്ധമായി വിശ്വസിക്കരുത്. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക. ഓക്കെ, ബൈ.